ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നമസ്കാരം. നമ്മൾ മിഥിലാപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുത്തെ രാജാവാണ് ജനകൻ. ജനകൻ്റെ പുത്രിയാണ് സീത. സീതയും രാമനും തമ്മിലുള്ള വിവാഹം നടക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിശ്വാമിത്രൻ ആ രാജ്യത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ വെല്ലിഹ വരുത്തേടുകെന്നരുൾ ചെയ്തുമുനി. കിങ്കരന്മാരെ നിയോഗിച്ചു മഹേന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യു
ശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു ഇന്ദ്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനിതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനൻ. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയുമോരോ കൂട്ടമേ, വാദ്യങ്ങളും മംഗലസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാക്കിയ ഭഗവാനെ ജനസംസദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരു ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം മർണോജനേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ. പിന്നാലെ വരണാർദ്ധമാലയുമിട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിന. മിഥി എന്ന രാജാവ് സ്ഥാപിച്ചതാണ് ആ നഗരവും ആ രാജ്യവും. അദ്ദേഹം ആണ് ഒരു വലിയൊരു രാജ്യമൊക്കെ മാറ്റി. അദ്ദേഹത്തിൻ്റെ പേര് വിദേഹൻ എന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് വൈദേഹി എന്ന് സീതയ്ക്ക് പേരിട്ട കാര്യം. പക്ഷേ ഈ പേരെ കൊടുത്തിരിക്കുന്ന വളരെ ചിന്തിച്ചിട്ടാണ്. നമ്മളത് ശരിക്കും മനസ്സിലാക്കിയാലേ അതിൻ്റെ ആധ്യാത്മിക വശം പിടികിട്ടും. നമ്മുടെ മഹർഷിമാർ നമ്മളോട് പറയുന്നത് നമുക്ക് 3 ശരീരങ്ങളുണ്ടെന്നാണ്. നമുക്കതൊരു പുതിയ അറിവായിരിക്കും, പക്ഷെ അതാണ് സത്യം. അപ്പോൾ ഫ്രോയിഡ് പണ്ട് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന മൈൻഡിൻ്റെ 3 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് 3 ശരീരമുണ്ടെന്ന് മഹർഷിമാർ പറഞ്ഞു. ഒന്ന് ഭൗതിക ശരീരം, ഫിസിക്കൽ ബോഡി. ഒന്ന് നമ്മുടെ ഡ്രീം സ്റ്റേറ്റിലെ ബോഡി, അതായത് സൂക്ഷ്മ ശരീരം. ഇതെങ്ങനെ അറിയാം നമുക്ക് സൂക്ഷ്മ ശരീരം ഉണ്ടെന്ന്? വേറെ ഒന്നും വേണ്ട, നിങ്ങൾ സ്വപ്നത്തിൽ എങ്ങനെ സഞ്ചരിക്കുമെന്ന് ആലോചിച്ചാൽ
നിങ്ങൾ സ്വപ്നം കാണുന്നു നോക്കിയാൽ, നിങ്ങൾ കട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് കണ്ണുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് കാലുണ്ട്, നിങ്ങൾക്ക് ഓടാം, പറക്കാം, എന്തും ചെയ്യാം. സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? അതേത് ശരീരം വെച്ച്? ഇതാണ് മഹർഷിമാർ ചോദിക്കുന്നൊരു ചോദ്യം. ആ ശരീരത്തെയാണ് അവർ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. പിന്നീട് അവർ മറ്റൊരു ശരീരത്തെ കൂടെ കണ്ടെത്തി. അതായത് നമ്മൾ സുഖത്തിലങ്ങനെ മയങ്ങുമ്പോൾ, സ്വപ്നമില്ലാതെ മയങ്ങുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, അനുഭവം ഉണ്ടാവണമെങ്കിൽ ശരീരം വേണം. അത് ഏതുകൊണ്ടാണ് അനുഭവിക്കുന്നത്? നമ്മളിപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയിലെത്തും. അനൽപമായ ആനന്ദം കൊണ്ട് നമ്മൾ നിറഞ്ഞു പോകും. അപ്പം നമ്മൾ ശരീരമില്ലാതെ അനുഭവം ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഭൗതിക ശരീരം ഉറങ്ങുന്നു, സൂക്ഷ്മ ശരീരം ഉറങ്ങുന്നു. അതിനെയാണ് അവർ കാരണശരീരം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അത് ഒരു കാരണത്തിൽ നിന്ന്, ഒരു കോസിൽ നിന്ന് വരുന്നുണ്ട്, കോസൽ ബോഡി എന്ന് പറയും. അപ്പോൾ ഫിസിക്കൽ ബോഡി, അതുപോലെ ആസ്ട്രൽ ബോഡി, കാഷ്വൽ ബോഡി. ഈ 3 ശരീരത്തിൽ, അല്ല 3 ശരീരങ്ങൾ നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ വിദേഹം, വിദേഹൻ, വൈദേഹി, ഈ വാക്കുകളിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? നമ്മുടെ വിശേഷാലുള്ള ദേഹം, അതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഉടമസ്ഥയാണ് ആര്? സീത. ഇപ്പോൾ സീത ആരെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം, നമ്മുടെ മനസ്സാണ്. അതാണ് ആ ഉത്തരം. എവിടെ ഇരിക്കുന്നു മനസ്സ് എന്ന് ചോദിച്ചാൽ, ഈ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവർ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സീതയെ കാണാൻ വേണ്ടി ശ്രീരാമൻ എത്തുമ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നു, ഇത് സാധാരണ ഒരു രാജാവൊന്നും അല്ല, ജനകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തുകൊണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സീരധ്വജൻ എന്നാണ്. കലപ്പയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. മണ്ണ് ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ, അതായത് ഭൂപതിയാണ് അദ്ദേഹം ഇങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ, കലപ്പ കൊണ്ട് വിടുമ്പോൾ ചാലിൽ കിടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കിട്ടി. ആ പെൺകുട്ടിയാണ് സീത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്. അതിൽ ഒന്നാണ് സീതയുടെ, അല്ല അവരുടെ അമ്മമല്ല, അവരെല്ലാം കൂടി എടുത്ത് വളർത്തുന്നതാണ് സീത. ശ്രീരാമനും സീതയും വിവാഹം കഴിക്കണം. എന്തെന്തോ പ്രശ്നം, ദശരഥൻ അറിയപ്പെടുന്ന രാജാവാണ്. അവിടുത്തെ 3 രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ രാജാവാണ്. അദ്ദേഹത്തിന് അതുപോലെ പ്രസിദ്ധമായ വിദേഹരാജ്യത്തിൻ്റെ മകളെ അവിടുത്തെ പുത്രിയെ കല്യാണം കഴിക്കാൻ എന്താ പ്രയാസം? പക്ഷേ പ്രയാസമുണ്ട്. കാര്യം, ജനകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു നിശ്ചയം. അദ്ദേഹത്തിന് ത്രയംബകം എന്നൊരു വില്ലുണ്ട്, ശിവൻ കൊടുത്ത വില്ലാണ്. ഈ വില്ല് കുലയ്ക്കുവാൻ കഴിയുന്നതിന് മാത്രമേ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നങ്ങനെ പ്രസിദ്ധം ചെയ്യുകയാണ്. അതെടുക്കാൻ വേണ്ടി പലരും വന്നു. കാരണം സീത അത്യസുന്ദരിയാണ്. രാവണൻ വന്നിട്ട് തോറ്റുപോയി. രാവണൻ അദ്ദേഹത്തിൻ്റെ 10 കരങ്ങൾ കൊണ്ട് എടുത്തുയർത്താൻ ശ്രമിച്ചു. പക്ഷേ തറയിൽ വീണുപോയി. ബാലി, സുഗ്രീവൻ്റെ ബാലി പോലും ശ്രമിച്ച് തോറ്റുപോയി. ഇന്ന് വരാരും ജയിച്ചിട്ടില്ലായിരുന്നു. അതിൽ ജയിച്ചിട്ടില്ല. അപ്പോഴാണ് 14 വയസ്സും 15 വയസ്സും 16 വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് വിശ്വാമിത്രൻ വന്നിരിക്കും. എന്താണ്? ഈ വില്ലെന്ന് എടുത്ത് കിടക്കണം. എല്ലാവരും ചിരിയായിരുന്നു. അപ്പം സീതയോട് ആലോചന പറഞ്ഞെടുത്ത്, നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. സീതയ്ക്ക് ഭയങ്കര ആഗ്രഹം കാണണം. ശ്രീരാമൻ ഇങ്ങനെ ആ കൊട്ടാരത്തിൻ്റെ തടാകത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നെഴിലേക്ക് ഒരു പെൺകുട്ടിയുടെ നെഴിലൊന്ന് കണ്ടു. അതായത് മട്ടുപ്പാവിന് എത്തി നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ നെഴിൽ വെള്ളത്തിൽ കണ്ടു. ശ്രീരാമൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ജലദേവതയാണെന്ന് വിചാരിച്ചു. പിന്നെ ആ നിമിഷം തന്നെ ശ്രീരാമൻ സീതയിൽ അനുരുക്തനായി. അത്ര ഗൗരവമുള്ള ശ്രീരാമനാണ്, മനസ്സിലാക്കണം. അത്ര സൗന്ദര്യമാണ് സീതയ്ക്ക്. എന്നിട്ട് സീത ഒരു പൂ എടുത്ത് തലയാറി കൊടുത്തു ശ്രീരാമൻ്റെ എന്നാണ് പറയുന്നത്. ശ്രീരാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സീതയാണെന്ന് കണ്ടു. അപ്പോൾ ശ്രീരാമനും മനസ്സുകൊണ്ട് സീതയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും ത്രയംബകം വില്ല് കൊണ്ടുവന്നു. 1000 ആളുകളാണ് പിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെയൊക്കെ വാൽമീകിയുടെ അതിസുന്ദരമായ, എഴുത്തച്ഛൻ്റെ അതിസുന്ദരമായ ഒരു സാഹിത്യ കഴിവ് കാണാം, എഴുതുന്നതിൻ്റെ കഴിവ് കാണാം. എന്താണ്? ശ്രീരാമനോട് വിശ്വാമിത്രൻ ചോദിക്കുന്നു. അപ്പോൾ ഈ ജനകന് ഭയങ്കര സന്തോഷമായി. കാരണം ദശരഥൻ്റെ മകനല്ലേ. മാത്രമല്ല സീത മഹാലക്ഷ്മിയുടെ അവതാരമാണെന്നും ജനകന് നന്നായിട്ടറിയാം. മഹായോഗിയാണ് ജനകൻ. എന്നുവെച്ചാൽ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന സന്യാസിമാരിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുള്ള ആളായിരുന്നു ജനകൻ. ചെറിയ ആളല്ല ജനകൻ. അപ്പോൾ ജനകന് മനസ്സുകൊണ്ട് മനസ്സിലായി, ഇതാ രാമനെയും സീതയും കൂടെ ഒരുമിക്കേണ്ട സമയമായി. ചാലിൽ നിന്ന് ലഭിച്ചവൻ, അതുകൊണ്ടാണ് സീതം എന്ന് വെച്ചാൽ ചാലെന്നാണ്, അതുകൊണ്ടാണ് സീത എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാവ് മനസ്സുമായിട്ട് യോജിക്കേണ്ട സമയമായി. നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സ് ഒരുമിക്കണം, അതിനുള്ള സമയമായി. പക്ഷേ ത്രയംബകം വില്ല് കിടക്കണം. ത്രയംബകം വില്ലെന്ന് വെച്ചാൽ എന്താണ്? 3 ഭാഗങ്ങളാണ് ത്രയംബക വില്ലിന്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. അതായത് സ്വപ്നം, അല്ലെ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3നെയും ജയിച്ചവന് മാത്രമേ ത്രയംബകം എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് രാവണനൊക്കെ പരാജയപ്പെട്ടവർ. ഇത് 3ഉം ജയിച്ച ആർക്കോ
അതിന് 3 നിയന്ത്രണത. എൻ്റെ കോൺഷ്യസ് ബോഡി, എൻ്റെ കോൺഷ്യസിൻ്റെ മൈൻഡിനെ, അൺകോൺഷ്യസ് മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ എൻ്റെ കൺട്രോളുണ്ടെങ്കിൽ, എൻ്റെ സ്ഥൂല കാരണ ശരീരങ്ങൾ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എൻ്റെ തന്നെ നിയന്ത്രണത്തിലാണെങ്കിൽ, അത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ മോശം ഒരു രാജാവാണ്, പക്ഷേ നല്ല ഒരു മന്ത്രിയാണ്. നമ്മൾ രാജാവായിരുന്നാൽ, മനസ്സ് മന്ത്രിയായിരുന്നാൽ ഓക്കെ. അല്ല, മനസ്സ് രാജാവായിട്ട് നമ്മൾ ആയാൽ നമ്മൾ വേലക്കാരനായിപ്പോകും. അതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിയന്ത്രിച്ച് നിൽക്കുന്നവന് മാത്രമേ ത്രയമബിൽ എടുക്കാൻ പറ്റൂ. അപ്പോൾ ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു എന്നാണ്. അല്ലാതെ പോകൂ കുമാര, നീ അതെടുത്തുയർത്തു ഒന്നുമല്ല പറയുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താലും. ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് നേരത്തെ അടുത്ത് നിന്നിട്ട് വില്ലെടുത്തിട്ട് ഒരു പ്രയാസവുമില്ലാതെ കൊലച്ചെന്ന് മാത്രമല്ല, ശ്രീരാമൻ്റെ ശക്തി കൊണ്ട് അത് പൊട്ടിപ്പോയി. അത് 3 അതിജീവിച്ചനല്ലേ, അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നിൽക്കുന്ന ആളല്ലേ അവതാരം എന്ന് പറഞ്ഞു. അത് മൈഥിലി പറയുന്നത് നൃത്തമാടി എന്നാണ്. ശ്രീരാമനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർ വിവാഹം കഴിച്ചു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ 3 കുമാരിമാർ പോലും എനിക്കുണ്ട്, അവരെയും കൂടെ നിങ്ങളുടെ സഹോദരന്മാർക്ക് അല്ല ശ്രീരാമൻ്റെ സഹോദരന് കൊടുക്കണം എന്ന് പറഞ്ഞു. ദശരഥനും എല്ലാവരും വന്നെത്തി. എന്നിട്ടാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അതിൽ നോക്കൂ, ഭരതൻ വിവാഹം കഴിക്കുന്നു, ശത്രുഘ്നൻ വിവാഹം കഴിക്കുന്നു, ലക്ഷ്മണൻ വിവാഹം കഴിക്കുന്നു. ലക്ഷ്മണൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഊർമി എന്നാണ്. എന്താണ് ഊർമി? ഊർമ്മം എന്ന് വെച്ചാൽ ഓളങ്ങൾ എന്നർത്ഥം. നിങ്ങളുടെ ലക്ഷ്യബോധത്തിനോട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓളങ്ങളിൽപ്പെട്ട് വീഴരുത് എന്നുള്ളത്. അപ്പോൾ ആ ഓളങ്ങളെ സ്വന്തമാക്കിയിരിക്കുകയാണ് ആര്? ലക്ഷ്മണൻ. നമ്മുടെ മനസ്സ് ചലിക്കുന്നത് ഇനി നമ്മൾ പറയുന്നത് പോലെ. അതാണ് ലക്ഷ്യബോധത്തിന് ഊർമ്മയെ കല്യാണം കഴിച്ചത്. ഭരതനാണെങ്കിൽ ശ്രുതകീർത്തി എന്ന് പറയുന്നൊരു കുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്. ജനകൻ്റെ മകൾ തന്നെയാണ്. ശ്രുതം എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥം. വേദങ്ങളുടെ പൊരുൾ. നമുക്ക് കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ഭരിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമുക്ക് വേദങ്ങളിലും ഉപനിഷത്തിൽ നിന്ന് കിട്ടുന്നൊരു സംസ്കാരമുണ്ട്, അതുണ്ടായിരിക്കണം. ഏത് രാജാവിനും ഉണ്ടാവേണ്ടതാണ് ആ സംസ്കാരം. അതുപോലെ ശത്രുഘ്നനും വിവാഹം കഴിക്കുന്നു. ഇങ്ങനെ 3 പേരും വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി അവിടെ താമസിക്കുന്നു. എന്നിട്ട് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, അയോധ്യയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെയാണ് വലിയൊരു പ്രശ്നം ഉണ്ടാകും. എല്ലാവരും സന്തോഷത്തോടെ പോവുകയാണ്, വലിയ ജാഥയായിട്ട് പോവുകയാണ്. അവിടെ ആ വഴിയിൽ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. രാജാവ് എഴുന്നള്ളി വരുന്ന വഴിയിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുമോ? പക്ഷേ ഇവിടെ ഒരാൾ നിൽക്കുന്നു, താടിയൊക്കെ വളർത്തി, കയ്യിലൊരു മഴുവായിട്ട്. ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ, നില്ലുന്നില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റ വല്ലഭമുണ്ടല്ലോ കേൾ, നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം, ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നത് ധരിച്ചാലും, ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ, ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം, ശോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരി ഒന്നു കലങ്ങി മറിഞ്ഞിതും എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും, ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും, പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപഥുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും, പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപഥുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു, ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയ ആശ്രയം അവർക്കെന്തൊന്നുള്ളതു തപോനിധി.
സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ച അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേ ശാസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം. അല്ലെങ്കിൽ തിരുവുള്ള കേടുണ്ടാകേണ്ട. ക്ഷത്രിയന്മാർ ഭയക്കുന്ന ഒരാളാണ് നിൽക്കുന്നത്, പരശുരാമൻ. പരശു കൊണ്ടു കിടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയെ ക്ഷത്രിയ രാജാക്കന്മാരെ കാർത്തികരാർജുനൻ്റെ മക്കൾ കൊന്നു എന്ന് പറയുന്ന ആ ഒരു ദേഷ്യം ക്ഷത്രിയ വംശത്തോട് മുഴുവൻ തീർത്തു. വർഗീയ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ. വർഗീയത ഉള്ളിൽ. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, അംശാവതാരമാണ്. എന്നിട്ട് പോലും ആ തൻ്റെ ദേഷ്യമടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക അല്ലേ? നമ്മളിന്ന് സിനിമകളിലൊക്കെ മുഴുവൻ കണ്ടാൽ മുഴുവൻ എന്താണ് അയ്യപ്പനും കോശിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിയും വൈരാഗ്യവും വെട്ടിക്കൊല്ലുന്നു, ഇതൊക്കെയാണ്. ഇതാണ് പക എന്ന് പറയുന്നത്. ഒരിക്കലും സാധകന് പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അധപതിച്ചു പോയി, വെറും അംശാവതാരമായി പോയി പരശുരാമൻ. അപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ ത്രയംബകം വില്ലൊക്കെ ഓടിച്ച് ഗംഭീരമായിട്ട് വരുന്നു ലോകം മുഴുവൻ അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കാണണമല്ലോ ആ ക്ഷത്രിയനെ എന്ന് പറഞ്ഞ ബ്രാഹ്മണനായ പരശുരാമൻ അദ്ദേഹം കയ്യിൽ മഴുവോട്ട് നിൽക്കുകയാണ്. എല്ലാവരും പേടിച്ചു. ദശരഥൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് വരികയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ അവനെ എന്നോട് സംസാരിച്ചോളാം. അപ്പോൾ ശ്രീരാമൻ വന്ന് വളരെ തന്ത്രപൂർവ്വമാണ് പരശുരാമനോട് സംസാരിക്കുന്നത്. പരശുരാമൻ പറഞ്ഞത്, നീ വലിയ വില്ലൊക്കെ ഓടിച്ചില്ലല്ലേ ശിവൻ്റെ, എങ്കിൽ എൻ്റെ കയ്യിലൊരു വിഷ്ണുവിൻ്റെ വില്ലുണ്ട്, അതും കൂടെ ഓടിച്ചിട്ട് പോടാം, എങ്കിൽ ഞാൻ സമ്മതിക്കാം. അപ്പോൾ ശ്രീരാമൻ പറയുന്നത്, നോക്കൂ, ഞാനൊരു ബാലകനാണ്, അങ്ങാണെങ്കിൽ മഹായോദ്ധാവ്, അങ്ങേപ്പോലുള്ള ആളുകൾ എന്നെപ്പോലുള്ള ബാലകന്മാരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അങ്ങ് ആജ്ഞാപിക്കൂ, ഞാനത് ചെയ്യാം. അപ്പോഴാണ് വൈഷ്ണവ വില്ലെടുത്ത് കൊടുക്കുന്നത്. വൈഷ്ണവ വില്ലെന്ന് പറയുമ്പോൾ എന്തിനേയും നിലനിർത്തിക്കൊണ്ടുപോകുന്നതെന്തോ അതാണ് വൈഷ്ണവൻ. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു, ഈ ലോകത്ത് എന്തിനെക്കുറിച്ച് ആലോചിച്ചാലും നിങ്ങൾക്ക് 3 ഭാഗങ്ങളും കാണാൻ പറ്റും. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇല്ലാത്ത ഒരു വസ്തുതയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല. നമ്മുടെ ബ്രെയിൻ അതിന് പോകാൻ പറ്റില്ല. ബ്രെയിന് ചിന്തിക്കണമെങ്കിൽ അതിന് സൃഷ്ടി വേണം, സ്ഥിതി വേണം, സംഹാരം വേണം. എന്നാൽ സൂര്യൻ നമുക്ക് കാണാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ. അതൊരിക്കൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് കുറേ കാലമായിട്ട് ജ്വലിച്ച് നിൽക്കുന്നു. ഒരു കാലം അത് തീരും. 14 ബില്യൺ വർഷം കഴിയുമ്പോൾ സൂര്യൻ നശിച്ചു പോകും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഭൂമി നശിച്ചു പോവും, എല്ലാം നശിച്ചു പോവും, നമ്മൾ നശിച്ചു പോവും. നശിക്കാത്ത ഒന്നിനെ, ഒരിക്കൽ കാലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ, കുറേ കാലം നിലനിർത്തിയിട്ടില്ലാത്ത ഒന്നിനെ, അത് ഒരു അംശമായാലും എന്തായാലും ശരി, അത് എത്ര വർഷങ്ങളായാലും ശരി, അങ്ങനെ അല്ലാത്തൊരു സൃഷ്ടിയില്ല. അതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹർഷിമാർ. അതിൽ വിഷ്ണു നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളാണ്. എവല്യൂഷനിലൂടെ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. എല്ലാത്തിനും കൊണ്ട് ജീവൻ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു. ആ വില്ലിനെ പൊളിക്കാൻ പറ്റുമെന്നാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമല്ലേ നിലനിർത്തിക്കൊണ്ടുപോകാമെന്ന്. നിങ്ങൾക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് വേണം, യൗവനം നിലനിർത്തിക്കൊണ്ട് വേണം, നിങ്ങളുടെ ധനം അതിന് നിലനിർത്തിക്കൊണ്ട് വേണം, നിങ്ങളുടെ സത്പേര് നിലനിർത്തിക്കൊണ്ട് വേണം, സ്നേഹം നിലനിർത്തിക്കൊണ്ട്. ഈ നിലനിർത്തിക്കൊണ്ടുവരുന്ന ശക്തിയാണ് പ്രപഞ്ചത്തെ ഇങ്ങനെ എവല്യൂഷനിലൂടെ മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമനായിട്ട് ഇങ്ങനെ ഭൂമിയെ കൊണ്ടുപോകുന്നു ഈ പ്രപഞ്ചത്തിൽ. ആ വില്ലെടുത്ത് ശ്രീരാമൻ ഈസിയായിട്ട് കുലച്ച് കൈ കൊടുത്തു. അതോടുകൂടി പരശുരാമൻ്റെ ഗർവടങ്ങി. പരശുരാമൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, പൂർണ്ണാവതാരം എത്തിക്കഴിഞ്ഞു, ഇനി എൻ്റെ അംശാവതാരം ഈ ലോകത്ത് ആവശ്യമില്ല. അദ്ദേഹം ശ്രീരാമനെ വന്ദിച്ചിട്ട് മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അവിടെ പോയി തപസ് ചെയ്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഇപ്പോഴും. ചിരഞ്ജീവി കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രാമായണത്തിൽ ഏത് കാര്യം എടുത്തു നോക്കിയാലും ശരി, ഒരു മനുഷ്യൻ്റെ സാധനമായിട്ട് വളരെ 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 ബന്ധപ്പെട്ടാണ് അത് പോകുന്നത്.
അങ്ങനെ പരശുരാമൻ്റെ ഗർവ് അടക്കിച്ച ശേഷം എല്ലാവരും സന്തോഷത്തോടുകൂടെ അയോധ്യയിലേക്ക് പോവുകയാണ്. ഇനി കുറച്ചു കാലം അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കും. സത്യത്തിൽ ശ്രീരാമൻ്റെ ജീവിതത്തിനകത്ത് സന്തോഷമായി എന്ന് പറഞ്ഞ് ജീവിച്ച് കുറച്ച് കാലമേ ഉള്ളൂ. ആ സന്തോഷത്തിൽ ശ്രീരാമനും സീതയും ജീവിക്കുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും റൊമാൻസ് ഉണ്ടായിരുന്നോ? അത് ഭയങ്കര രസകരമായ റൊമാൻസ് ആയിരുന്നു. ഒരിക്കൽ സീത ശ്രീരാമൻ്റെ കാലിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സീതയുടെ കയ്യിലെ ഒരു രത്നം പതിച്ച മോതിരമുണ്ട്, അതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, എന്തിനാണ് നീ അത് മാറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ കാല് മുറിയെന്ന് വിചാരിച്ചാണ്, അങ്ങനെ പാദങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ? സീത പറഞ്ഞു, അതല്ല, പണ്ടൊരു കല്ലിനെ ചവിട്ടിയപ്പം അവളൊരു സുന്ദരിയായി മാറിയെന്ന് എനിക്കറിയാം. ഇനി കഷ്ടകാലം തന്നെ എൻ്റെ കഞ്ഞിയിൽ മാറ്റിയിടാൻ വരുമോ ഒരുത്തി എന്ന് പേടിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ രസകരമായ കുറച്ച് കാലം കഴിഞ്ഞു. പിന്നെ ചില സിനിമകളിലെന്ന പോലെ അടുത്ത എപ്പിസോഡിലെത്തുമ്പോൾ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കും. നോക്കാം അടുത്തതിലെന്താണ്. രസകരമായി അത്ഭുതകരമായ സംഭവങ്ങളുടെ രാമായണം മുന്നോട്ട് ഒഴുകുകയാണ്. അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നമ്മൾ അതിൻ്റെ ആധ്യാത്മികവശവും കൂടെ മനസ്സിലാക്കണം. നമസ്കാരം. ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.